കജനും ദേവയാനിയും. ആജന്മ ശത്രുക്കളായിരുന്നു ദേവന്മാരും അസുരന്മാരും. ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ യുദ്ധങ്ങളുണ്ടാകും. ഹാ, ഇത്തവണ എല്ലാവരെയും നമ്മൾ കാലപുരിക്കയച്ചു. ദേവന്മാരോട് ഇനി അവർ യുദ്ധത്തിനു വരില്ല. പക്ഷേ അന്നു രാത്രി പടക്കളത്തിൽ ഗുരോ, അതാ ശരീരങ്ങൾ നാം കണ്ടു. അടുത്ത നിമിഷം ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി. അതോടെ മരിച്ചു വീണ അസുരന്മാർ എന്തുപറ്റി, ഉറങ്ങിപ്പോയോ? ഉറക്കമുണരും പോലെ ജീവിച്ചു. ശുക്രാചാര്യർ വീണ്ടും നമ്മെ ജീവിപ്പിച്ചു. വൈകാതെ ദേവലോകത്ത് അറിഞ്ഞോ, ആ അസുരന്മാരെല്ലാം വീണ്ടും ജീവിച്ചു. ഇന്ദ്രൻ കാര്യം മനസ്സിലാക്കി. ശുക്രാചാര്യർ ഉള്ളിടത്തോളം ദേവന്മാർക്കു രക്ഷയില്ല. അസുരഗുരുവിൻ്റെ മൃതസഞ്ജീവനി മന്ത്രം പഠിക്കണം. പക്ഷേ അതിനാരെ അയക്കും? ദേവന്മാർ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനായ കജനെ സമീപിച്ചു. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കജൻ ദേവന്മാരുടെ അവസ്ഥ മനസ്സിലാക്കി. ഉടൻ തന്നെ ശുക്രാചാര്യരെ കാണാൻ പുറപ്പെട്ടു. എന്തൊക്കെയാണാവോ അവിടെ നേരിടേണ്ടി വരിക? ശുക്രാചാര്യരെ സമീപിച്ച് കജൻ അദ്ദേഹത്തെ വണങ്ങി. ബൃഹസ്പതിയുടെ പുത്രൻ കജനാണ് ഞാൻ. അങ്ങയുടെ ശിഷ്യനായി തീരാൻ എന്നെ അനുവദിക്കണേ. ശുക്രാചാര്യർ സ്നേഹപൂർവം കജനെ സ്വീകരിച്ചു. ബൃഹസ്പതിയുടെ പുത്രൻ എൻ്റെ ശിഷ്യനാവുന്നതിൽ സന്തോഷമേയുള്ളൂ. അപ്പോൾ ശുക്രാചാര്യരുടെ പുത്രി ദേവയാനി അതുവഴി വന്നു. കജന് ഇന്നു മുതൽ എൻ്റെ ശിഷ്യനായി ഇവിടെ താമസിക്കാം. ദേവയാനി, കജന് താമസിക്കാനുള്ള സ്ഥലവും കാണിച്ചു കൊടുക്കൂ. നാളുകൾ കടന്നുപോയി. ശുക്രാചാര്യരെ പരിചരിച്ച് കജൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം സമ്പാദിച്ചു. മിക്ക ദിവസങ്ങളിലും ശുക്രാചാര്യർ ഒന്നുകിൽ രാജ്യകാര്യങ്ങളുടെ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ധ്യാനത്തിൽ മുഴുകി കഴിയുകയാവും. അപ്പോൾ ദേവയാനിയെ ആശ്രമജോലികളിൽ സഹായിച്ചിരുന്നത് കജനായിരുന്നു. വെള്ളം ഞാൻ കോരിത്തരാം. ദേവയാനിയുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്നതിൽ കജൻ ശ്രദ്ധാലുവായിരുന്നു. ദേവയാനി, ഞാൻ നിനക്കായി ഇറുത്ത പൂക്കൾ കണ്ടോ? വിശ്രമവേളകൾ മുഴുവൻ കജൻ ദേവയാനിയോടൊത്ത് ചെലവഴിക്കാൻ തുടങ്ങി. നൃത്തവും സംഗീതവും എനിക്ക് എത്രയായാലും മതി വരില്ല. അങ്ങേക്ക് അവയൊന്നും ഇഷ്ടമില്ലേ? എനിക്കും സംഗീതം പ്രിയങ്കരമാണ്. ആഹാ, എത്ര മധുരമായ സംഗീതം! ഒരിക്കൽ ദേവയാനിയെ പറ്റിക്കാൻ കജൻ മരക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നു. അയ്യോ, കജൻ എവിടെ? അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത വല്ലതും ഞാൻ പറഞ്ഞോ? പക്ഷേ ഏറെ നേരം പിരിഞ്ഞിരിക്കാൻ ദേവയാനിക്ക് കഴിയുമായിരുന്നില്ല. വരൂ, നമുക്ക് ആ പൂങ്കാവനത്തിൽ ചെന്നിരിക്കാം. ദേവലോകത്തു പോലും ഇത്ര ആഹ്ലാദത്തോടെ കഴിയാനാവില്ല. കജൻ എവിടെ? നേരം വൈകിയല്ലോ. വനത്തിലുണ്ട്, ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. കജന്റെ ജീവിതം ശാന്തമായി മുന്നോട്ടു നീങ്ങി. പക്ഷേ വർഷം ഒന്നു കഴിഞ്ഞതോടെ അസുരന്മാർക്ക് കജനെ കുറിച്ച് സംശയം വളർന്നു. മഹാജ്ഞാനിയായ ബൃഹസ്പതിയുടെ പുത്രൻ എന്തിനാണ് ഇവിടെ വന്ന് ശുക്രാചാര്യരെ ഗുരുവായി സ്വീകരിച്ചത്? ഇതിലെന്തോ ചതിയുണ്ട്. ബൃഹസ്പതിക്ക് അറിയാത്തതും ശുക്രാചാര്യർക്ക് അറിയുന്നതുമായ ഒരൊറ്റ വിദ്യയേയുള്ളൂ, മൃതസഞ്ജീവനി. അസുരന്മാർക്ക് കാര്യം പിടികിട്ടി. അവർ ഇളകി മറിഞ്ഞു. ആ കള്ളനെ പൊറുപ്പിക്കരുത്, വഞ്ചകൻ! കജനെ വകവരുത്തണം, എടുത്തു ചാടരുത്. സൂത്രത്തിൽ അവൻ്റെ കഥ കഴിക്കണം. ശുക്രാചാര്യർ അറിയാനിടയാവരുത്. അസുരന്മാർ പറ്റിയ അവസരത്തിനായി കാത്തിരുന്നു. ഒരു ദിവസം പശുക്കളെ മേച്ചിട്ട് മടങ്ങുകയായിരുന്നു കജൻ. അസുരന്മാർ ചാടി വീണ് കജനെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളായി നുറുക്കി. എന്നിട്ട് കാട്ടുനായ്ക്കൾക്ക് എറിഞ്ഞുകൊടുത്തു. അന്നും പതിവ് പോലെ ദേവയാനി കജനെ കാത്തിരുന്നു. നേരം വൈകി. കന്നുകാലികൾ ഇതുവരെ മടങ്ങി വന്നില്ലല്ലോ. കജനും
അതാ വരുന്നു ngേ. അവയെന്താണ് കജനെ കൂടാതെ മടങ്ങി വരുന്നത്? എന്തോ കുഴപ്പമുണ്ട്. അച്ഛാ, കജൻ ഇതുവരെ തിരിച്ചെത്തിയില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണും. എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. കരയാതെ കുഞ്ഞേ. അനേകായിരം അസുരന്മാരെ പുനർജീവിപ്പിച്ച ഈ അച്ഛനുള്ളപ്പോൾ ഭയമെന്തിന്?